സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് അലറിക്കൊണ്ട് പുറത്തേക്ക് പോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സമാധാനമുണ്ടായി. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അഭിഷേകത്താൽ വിടുതൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വചന ശുശ്രൂഷകൾ നടക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ കർത്താവ് ഈ കാലഘട്ടത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. മക്കളെ, വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസത്തിൽ കുറവുള്ളവരുണ്ട്. എല്ലാവരും ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ആരും ഈ സമയത്ത് കർത്താവിൻ്റെ ആത്മാവിനോട് യുദ്ധം ചെയ്യുന്നവരായി, കർത്താവിൻ്റെ ആത്മാവിനോട് മല്ലടിക്കുന്നവരായി മാറി മറിഞ്ഞ് നിൽക്കരുത്. നിങ്ങൾ കർത്താവിൻ്റെ സഭയുടെ ശുശ്രൂഷയിലേക്ക് പങ്കുചേരുക. അനുഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ സമൂഹത്തോട് ചേരുക. ഇരുകരങ്ങൾ ഉയർത്തുന്നു, സ്തുതിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തിയാൽ വലിയ വിടുതലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തിയാൽ മുഖങ്ങൾ തകരും, കോട്ടകൾ തകരും, ബാധകൾ ഒഴിയും, വിടുതൽ സംഭവിക്കും. ഗ്ലോറി, 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 ഗ്ലോറി. തകർന്നു പോകും, വിടുതൽ സംഭവിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ നുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ കെട്ടുകൾ അഴിഞ്ഞു വീഴും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകൾ അഴിഞ്ഞു വീഴും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അഭിഷേകം, അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന സർവ്വ ജനത്തിന്റെ മേലും, സർവ്വ ജാതികളുടെ മേലും, സർവ്വ മതസ്ഥരുടെ മേലും, സർവ്വ ജനപദങ്ങളുടെ മേലും ഇപ്പോൾ വലിയ ശക്തി, അഗ്നിയായി, അഭിഷേകമായി, കൊടുങ്കാറ്റ് ശക്തിയോടെ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് വ്യാപരിക്കട്ടെ. മദ്യപാനത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ, പുകവലിയുടെ ആധിപത്യങ്ങൾ തകരട്ടെ, തഴക്കദോഷത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ, സ്വർഗഭോഗത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ, സർവ്വ വഴക്കിന്റെ വെറുപ്പിന്റെ ആധിപത്യം തകരട്ടെ, മല്ലടിക്കുന്ന അരൂപികൾ ഛിന്നഭിന്നമാകട്ടെ, വെറുപ്പിന്റെ കോട്ടകൾ തകരട്ടെ, ദുർസ്വഭാവങ്ങൾ വിട്ടുപോകട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായി മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി പുകവലിയുടെ അടിമത്തത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന, പാപത്തിൻ്റെ അടിമത്തത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാം വിധം ഒരിടപെടൽ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ കുടുംബങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഈ യുവതിവാക്കന്മാർക്ക് നൽകണമേ കർത്താവേ. ഈ കുഞ്ഞു മക്കൾക്ക് നൽകണമേ കർത്താവേ. രോഗികളുടെ മേൽ നൽകണമേ കർത്താവേ. ബാലികാ ബാലന്മാരുടെ മേൽ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കസേരകളിലേക്ക് ഇരിക്കുക, സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ കരുണയാൽ കർത്താവ് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ഹൃദയം തുറന്ന് ഈ വചനത്തെ സ്വീകരിക്കുകയും ഈ വചനപ്രഘോഷണ നിമിഷങ്ങളിൽ എൻ്റെ കർത്താവ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന അഭിഷേകം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ കാലങ്ങളായുള്ള പിശാചിൻ്റെ ആധിപത്യങ്ങൾ തകരുന്ന നിമിഷങ്ങളാണിത്. കാലങ്ങളായി കുടുംബങ്ങളെ അടക്കി വാഴുന്ന അന്ധകാര പീഡകൾ ഛിന്ന ഭിന്നമായി പോകുന്ന സമയമാണിത്. മക്കളെ, ഹൃദയം എളിമപ്പെടുത്തി, വചനത്തിന് മുമ്പിൽ എളിമപ്പെടുത്തി ഈ സമയം ദൈവരാജ്യത്തിൻ്റെ ഇടപെടലിനായി നമുക്ക് ആഗ്രഹിക്കാം. ഒന്നുറക്കെ പറയാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. കുട്ടികളും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുമിച്ച് ഉറക്കെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അഭിഷേകത്താൽ വിടുതൽ. ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം വരുമ്പോൾ ആ ദേശത്ത്, ആ സമൂഹത്തിൽ, ആ കുടുംബത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാം വിധമുള്ള വിടുതൽ നടക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 8-ാം അധ്യായത്തിൽ 7 വെട്ടും തിരുലിഖിതങ്ങൾ. പീലിപ്പോസ് ആ ദേശത്ത് വചനത്തിൻ്റെ വലിയ വിത്ത് വിതയ്ക്കുകയാണ്. വചനത്തിൻ്റെ വലിയ ശുശ്രൂഷകൾ, വലിയ അഭിഷേകം ആ ദേശത്തേക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ അവിടെ വ്യാപരിച്ചപ്പോൾ എന്താണ് ആ ദേശത്തുണ്ടായത്? അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 7-8 വാക്യങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അനേകം തളർവാദ രോഗികളും അനേകം മുടന്തന്മാരും വന്ന് സുഖപ്പെട്ടു. അങ്ങനെ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. എന്നുറക്കെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഒരു ദേശത്തേക്ക് ചെന്നു. 5-ാം അധ്യായം 1 തൊട്ട് 20 വരെയുള്ള തിരുലിഖിതങ്ങൾ. യേശു ഗരസേനരുടെ നാട്ടിൽ ശുശ്രൂഷയ്ക്കായി എത്തി. അപ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ഭാഗം. 1-2 വാക്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവർ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും ചെയ്തിരുന്നു. ഗരസേനരുടെ നാട്ടിലെ ഒരു പിശാച് ബാധിതനെക്കുറിച്ച് ഇതാ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തൽ തരികയാണ്. യേശു അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഇവനാണ്. ഇവൻ യേശുവിനെ കണ്ട ഉടനെ അലറി, നസറേനായ യേശുവേ, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങോട്ട് അലറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു ആ മകന് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ആ മകനിൽ ആവസിച്ചിരുന്ന അനേകം തിന്മകൾ, അന്ധകാര ശക്തികൾ ആ മകനെ വിട്ടൊഴിഞ്ഞു പോയി. അങ്ങനെ ഒഴിഞ്ഞുപോയി കഴിഞ്ഞപ്പോൾ അവനുണ്ടായ വ്യത്യാസത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്. അവൻ സുബോധമുള്ളവനായി വെള്ള വസ്ത്രം ധരിച്ച് അവിടെ ഇരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ആ മകന് വേണ്ടി ആ രാജ്യത്ത്, ആ ദേശത്ത് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ എന്താണ് വ്യത്യാസമുണ്ടായത്?
അവൻ്റെ ആ ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ തകർന്നു. അവനെ ആവസിച്ചിരുന്ന തിന്മയുടെ ആധിപത്യങ്ങൾ ഛിന്ന ഭിന്നമായി പോയി. അവൻ എന്ത് സംഭവിച്ചുവെന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവനെ കാണാൻ വേണ്ടി എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ വന്നു. അവർ യേശുവിൻ്റെ അടുത്തെത്തി. അപ്പോൾ ലെഗിയോൻ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു. അവനിപ്പോൾ സുബോധമുണ്ടായി. എന്നിട്ട് അവൻ യേശുവിനോട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരട്ടെ, ഞാനും നിൻ്റെ കൂടെ വരട്ടെ. അവൻ്റെ ഉള്ളിൽ നല്ല ചിന്തകൾ, അവൻ്റെ ഉള്ളിൽ ദൈവരാജ്യ ചിന്തകൾ അങ്ങനെ ശക്തി പ്രാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, കുറച്ച് മുമ്പ് ആ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരുന്നു? അവൻ താമസിക്കുന്നത് കല്ലറകളിൽ. അവൻ്റെ സ്വഭാവം സാധാരണ മനുഷ്യൻ്റെ സ്വഭാവമല്ല. അവൻ്റെ സ്വഭാവം വിപരീത സ്വഭാവം. കാരണം എന്താ? ഈ തിന്മയുടെ ആവാസത്താൽ അവൻ്റെ ബുദ്ധി കട്ടപ്പെട്ടു. അവൻ്റെ ബുദ്ധി കട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാൻ അവന് സാധിക്കുന്നില്ല. പെരുമാറേണ്ടതുപോലെ പെരുമാറാൻ അവൻ കഴിയുന്നില്ല. അവൻ വസ്ത്രം ധരിക്കുന്നില്ല. അവൻ നല്ല കാര്യങ്ങൾ നേരെ വിധത്തിൽ മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. ബഹളി പിടിച്ച് അലറി കാറി അവൻ സംസാരിക്കുന്നു. അവൻ ബഹളം വെക്കുന്നു. അവനെ പിടിച്ചു നിർത്താൻ ആർക്കും സാധിക്കുന്നില്ല. അവൻ അച്ചടക്കമില്ല, അവന് പ്രാർത്ഥനയില്ല, അവന് വിധേയത്വമില്ല, അവന് അനുസരണമില്ല, അവന് നിയമങ്ങളില്ല, അവന് നിയന്ത്രണമില്ല. ആരും അവനോട് പറയേണ്ടത് ഇഷ്ടമല്ല. ഒരു പ്രത്യേക തരത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ മുമ്പോട്ട് പോവുകയാണ്. അവനും ഒരു ജീവിതമുണ്ട്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച പോര സഹോദരങ്ങളെ. അവനും ആ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാറുന്നു, കൂവുന്നു, അവന് തോന്നിയത് ചെയ്യുന്നു, ഒരു മാനദണ്ഡം അവനില്ല. ആ സമയത്താണ് ദൈവരാജ്യത്തിൻ്റെ ഒരു ശുശ്രൂഷ ദൈവം സ്വർഗം അവന് വേണ്ടി അനുവദിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതത്തിലെ കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. അവൻ്റെ ബുദ്ധിയുടെ കെട്ടഴിഞ്ഞു. അവൻ്റെ ജീവിതത്തിന് മേൽ ആധിപത്യങ്ങൾ തകർന്നു. അവൻ വിടുതൽ പ്രാപിച്ചു. അവൻ ദൈവശക്തിയാൽ വിടുതൽ പ്രാപിച്ചു. അതിനുശേഷമുള്ള അവൻ്റെ സ്ഥിതി എന്താണ്? അവന് സുബോധമുണ്ടായി. അവൻ്റെ ബുദ്ധി നേരെയായി. അവന് ചെയ്യേണ്ടത് ചെയ്യാൻ തോന്നുകയാണ്. അവന് യേശുവിൻ്റെ കൂടെ പോകാൻ തോന്നുകയാണ്. അവന് പ്രാർത്ഥിക്കാൻ തോന്നുകയാണ്. അവന് ദൈവരാജ്യ ആഗ്രഹങ്ങൾ തോന്നുകയാണ്. അവന് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകണം തോന്നുകയാണ്. അവന് അപ്പനെ അമ്മേനെ കാണണം തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുപോലെ ബുദ്ധി കെട്ടപ്പെട്ട അവസ്ഥയുണ്ടാകാം. അന്ന് എന്താ നമ്മുടെ പ്രത്യേകത? അന്ന് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാൻ നമുക്ക് കഴിയുകയില്ല. അന്ന് പെരുമാറേണ്ടതുപോലെ പെരുമാറാൻ നമുക്ക് കഴിയുകയില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് നേർ വിപരീതം നമ്മൾ ചെയ്തു വെക്കും. ഒരു ദിവസം ഒരു ചേട്ടനോട് സംസാരിച്ചപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞെങ്ങനെയാണ്, ആ ചേട്ടൻ വളരെ കാലമായി പുകവലിക്കുന്ന ആളാണ്. ആ പുകവലിക്കുന്ന ചേട്ടൻ എന്നോട് പറയുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞത്, നീ എന്നെ ഉപേക്ഷിച്ച് പോയാലും കുഴപ്പമില്ല, ഈ പുകവലി ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ഇതാണ് വിപരീത ചിന്ത. ബുദ്ധി കട്ടപ്പെട്ട അവസ്ഥയാണ്. ശരിക്കും മനുഷ്യൻ ഭാര്യനെയല്ലേ സ്നേഹിക്കേണ്ടത്? ആ മനുഷ്യൻ്റെ ഭാര്യയോടല്ലേ ശരിക്കും കമ്മിറ്റ്മെൻറ്റ് വേണ്ടത്? ആ മനുഷ്യനോട് അന്ന് പറയുകയാണ്, എനിക്ക് എൻ്റെ ഭാര്യ അല്ല, എനിക്ക് എൻ്റെ പുകവലിയാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് എൻ്റെ ഈ പുകവലി ഉപേക്ഷിച്ച ഒരു ഭാര്യ എനിക്ക് വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിപരീതമായ ചിന്ത. ഇതുപോലെ മദ്യപാനം, പുകവലി, സവർഗഭോഗം പോലെ ഒരുപാട് പേര് ഓരോ തരത്തിലുള്ള പാപത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ പിന്നെ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത മനുഷ്യരായി മാറും. ഭാര്യയോടും അല്ലെങ്കിൽ ഭർത്താവിനോടും മക്കളോടുമുള്ള ആ ഉത്തരവാദിത്വങ്ങളൊന്നും നിറവേറ്റാൻ പറ്റാതെ നേരെ വിപരീതമായി ചിന്തിക്കുക. ഭാര്യയോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഭർത്താവിനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ മക്കളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല, കുടുംബത്തോട് ഉത്തരവാദിത്വം തോന്നുന്നില്ല. അങ്ങനെ ഒറ്റയ്ക്ക് പോവുക, വിപരീതമായി നടക്കുക, പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിൽ കയറാൻ തോന്നുന്നില്ല, മാതാപിതാക്കന്മാർ അനുസരിക്കാൻ തോന്നുന്നില്ല. കുട്ടികളെ, ചെറുപ്പക്കാരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ ആരും മാനിക്കാൻ തോന്നുന്നില്ല. എല്ലാവരോടും റിബല്യസ് നേച്ചർ, എല്ലാവരോടും പ്രത്യേക വികട സ്വഭാവം, അപ്പനും അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നേരെ എതിർ തോന്നുക. ബുദ്ധി കെട്ടപ്പെട്ട് കഴിഞ്ഞാൽ നാം ഏത് വഴിയിലൂടെ നടക്കണമോ ആ വഴിയിലൂടെ നടക്കേണ്ടത് വരും വിപരീത മാർഗത്തിലും വിപരീത സ്വഭാവത്തിലും ഞാൻ നിങ്ങൾ നടക്കാൻ തുടങ്ങും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി നിങ്ങളിൽ ചിലരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് തിരിച്ചു വന്നേക്കാം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യഭിചാരത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യൻ, അവൻ സുബോധം നഷ്ടപ്പെട്ട് അവൻ നാശത്തിന്റെ വഴിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
പുകവലിയുടെയും മദ്യപാനത്തിൻ്റെയും അടിമത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കൾ, ജീവിതങ്ങൾ ഇതാ സുബോധം നഷ്ടപ്പെട്ട് നാശത്തിൻ്റെ വഴിയെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനകളും ദൈവവിശ്വാസവും ആത്മീയ കാര്യങ്ങളും ദേവാലയ കർമ്മങ്ങളും ഉപേക്ഷിച്ച് ആ ബന്ധം നഷ്ടപ്പെടുത്തി മാതാപിതാക്കളോടും വിധവക വികാരിയോടും വൈദികരോടുമുള്ള കൂട്ടായ്മയെല്ലാം തകർന്ന് അങ്ങനെ തന്നിഷ്ടം ദുഷിച്ചും പരിഹസിച്ചും പുച്ഛിച്ചും ആത്മീയ കാര്യങ്ങളെ തുച്ഛീകരിച്ചും നിസ്സാരവൽക്കരിച്ചും മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണോ നീ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നല്ല തെളിഞ്ഞ ബുദ്ധി വിട്ട് ബുദ്ധി കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇന്ന് വിപരീത നടപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, അങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ സന്ദർശനം നിൻ്റെ മേൽ ഉണ്ടാകുമ്പോൾ, ദൈവം നിൻ്റെ വചനം അയക്കുമ്പോൾ, ദൈവം നിൻ്റെ അഭിഷേകം അയക്കുമ്പോൾ, ദൈവം നിൻ്റെ ആത്മാവിനെ അയക്കുമ്പോൾ നീ ഹൃദയം തുറന്നാൽ നിനക്ക് സുബോധം വീണ്ടെടുത്ത് തിരിച്ചു വരാനുള്ള ഒരു വഴിയുണ്ട്. അതാണ് 2 തിമോത്തി 2-ാം അധ്യായം 26-ാം തിരുലിഖിതം. പിശാച് നിങ്ങളിൽ ചിലരെ തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് തിരിച്ചു വന്നേക്കാം. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. കഴിഞ്ഞ 50 വർഷമായി ഞാനൊരു സിഗരറ്റിൻ്റെ അടിമയായിരുന്നു. എത്ര വർഷം? കഴിഞ്ഞ 50 വർഷം. 50 അരനൂറ്റാണ്ട്. അതെ, അരനൂറ്റാണ്ട്. അർത്തങ്കൽ സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു ശീലമായിരുന്നു. ദൈവമേ, 7-ാം ക്ലാസ്സിൽ തൊട്ട് പാത്ത് വലിക്കുക. ഇത് നേരെ ടീച്ചർമാരെ വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ 7-ാം ക്ലാസ് തൊട്ട് കാജ, അല്ല അന്ന് പഴയ ടൈപ്പ് സാധനമൊക്കെ അല്ലായിരുന്നു. കാജ, ദിനേശ്, സിസർ, അങ്ങനെ എല്ലാം. ദിനേശ്, ദൈവമേ, അതെല്ലാം അങ്ങനെ 7-ാം ക്ലാസ് തൊട്ട് കുറേശ്ശെ അവിടുന്ന് ഇവിടുന്ന് എടുത്തും വാങ്ങിച്ചും ഒക്കെ വലിച്ച് ഒരു നല്ല വലിക്കാരനായി. പക്ഷെ ഓരോന്ന് ചുണ്ടിലേക്ക് വെക്കുമ്പോഴും ഒരു പേടിയുണ്ട്, ഇവൻ എന്നെ കൊന്നു കളയുമോ? ഇല്ല. അതിങ്ങനെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മ കൊടുക്കുക. അതുകൊണ്ട് ഈ വീടിനെ കാണുമ്പോൾ തന്നെ ഇവൻ എൻ്റെ അന്ധകരാണല്ലോ, എൻ്റെ കൊലയാളിയാണല്ലോ ഈ കയ്യിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് വലിക്കുക. 1.5 വർഷം മുൻപ് തൊട്ട് എനിക്ക് എൻ്റെ മനസ്സാക്ഷി പറയാൻ തുടങ്ങി, നീ ഇതിന്ന് പിന്തിരിയണമെന്ന് പറയും. പക്ഷേ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ദേഷ്യം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമ്പോൾ, ദുഃഖം ഉണ്ടാകുമ്പോഴൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അപ്പോഴൊക്കെ സിഗരറ്റ് വേണം. സന്തോഷം ഉണ്ടായ വലിക്കും, ദുഃഖം ഉണ്ടായ വലിക്കും, ടെൻഷൻ ഉണ്ടായ വലിക്കും, ഫ്രീ ആയ വലിക്കും, റിലീസ്ഡ് ആയ വലിക്കും. എപ്പോഴും ഒരു നല്ല വലിക്കാരനായിരുന്നു ചുരുക്കി പറഞ്ഞാൽ. നിങ്ങൾ ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയുകയാണ്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ 2-3 സിസർ കിടപ്പുണ്ട്. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷന് വന്നപ്പോൾ കൺവെൻഷൻ സമയത്ത് വലിക്കാൻ വേണ്ടി 3 സ്റ്റോക്ക്, കാരണം 3 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം എത്ര വലിക്കുന്ന കണക്കാക്കണം. അച്ഛൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, 50 പേരെ കർത്താവ് ബീഡി വലിയിൽ നിന്നും സിഗരറ്റ് വലിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന് അച്ഛൻ പറയുമ്പോൾ എൻ്റെ ശരീരം ഒന്ന് വിറച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ആ സമയത്ത് കിട്ടുകിടാന്ന് ശരീരം അങ്ങോട്ട് വിറച്ച്. യേശുവേ, ആ സമയത്ത് 3 സിസർ പോക്കറ്റ് കിടക്കുക. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അർത്തുങ്കൽ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇന്ന് മുതൽ നീ വലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് ഒരു ശക്തമായൊരു സ്വരം ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടു. എന്നിട്ട് അതിനുശേഷം വാങ്ങിച്ചെന്ന കടയിൽ ചെന്ന് പറഞ്ഞ്, എടാ ഇന്ന് മുതൽ ഞാൻ സിഗരറ്റ് വാങ്ങില്ല. അവൻ സന്തോഷമായി. ചേട്ടൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാണ് അവൻ പറഞ്ഞു, ചേട്ടൻ രക്ഷപ്പെട്ടു എന്നാ അവൻ പറഞ്ഞു. ചേട്ടൻ രക്ഷപ്പെട്ടു. ഇനി അതിന് ശേഷം പിന്നെ വലിച്ചിട്ടില്ല. പിന്നെ ഇന്ന് വരെ വലിച്ചിട്ടില്ല. യേശുവേ നന്ദി. യേശുവേ പിന്നെ ഇന്ന് വരെ കഴിഞ്ഞ അഭിഷേകാഗ്നി കൺവെൻഷൻ ഈ അന്ധകാരനിൽ കഴിഞ്ഞു. അതോടുകൂടെ കർത്താവ് എടുത്തു മാറ്റി. പിന്നെ ഇന്ന് വരെ ഇല്ല, വലിച്ചിട്ടില്ല. ഉറപ്പായും അത് മാത്രമല്ല, ഉറപ്പായും വലിച്ചിട്ടില്ല. മാത്രമല്ല, അച്ഛൻ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം, 4-5 പേര് എൻ്റെ ഫ്രണ്ട്സിനെ അതിൽ ദൈവസഹായത്തോടെ പിന്മാറ്റി. അതെൻ്റെ അഭിമാനമാണ്. അതായത് ഇദ്ദേഹം വലി നിർത്തിയെന്ന് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ അല്ലെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കട്ട വലിക്കാരുണ്ടല്ലോ, അവരെ 4-5 പേരെ പിന്തിരിപ്പിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കർത്താവ് ഇദ്ദേഹത്തെ ഉപകരണമാക്കി മാറ്റി. അതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് വരെ വലിച്ചില്ലെന്ന് ഉറപ്പല്ലേ ചേട്ടാ? ഇന്ന് വരെ വലിച്ചെന്ന് ഉറപ്പല്ലേ? ഉറപ്പാണോ? ഉറപ്പാണ്. ഇതുവരെ വലിച്ചിട്ടില്ല. വലിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വലിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ വലിച്ചുകൊണ്ടിരിക്കുന്നവരെ അവരുടെ ആ പുകവലി ശീലത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് രക്ഷിക്കുന്നത്.
അവരൊക്കെ പറഞ്ഞേ ഹല്ലേ. നോക്ക്, 50 വർഷം എന്ന് പറഞ്ഞാൽ നിസ്സാര. ഈ 50, എനിക്ക് ഇതുവരെ 50 വയസ്സ് പ്രായമായിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വലി തുടങ്ങിയതാ. 1/2 നൂറ്റാണ്ട് വലിച്ച ആളാ. അപ്പോഴൊക്കെ ഓരോ വീട് കാണുമ്പോഴും ഒരു കൊലയാളിയാണ്, ഇതെൻ്റെ കൊലയാളിയാണ്, ഇതെൻ്റെ അന്തകനാണെന്ന് പറഞ്ഞ് വീണ്ടും വലിക്കുക. കാരണം നിവൃത്തിയില്ല, അതിന് അടിമയായിരുന്നു. പക്ഷേ കഴിഞ്ഞ അന്ധകാരനഴി വച്ചിട്ട് ഇതാ 50 പേരുടെ പുകവലി കർത്താവ് എടുത്തു മാറ്റുന്നെന്ന് പറഞ്ഞ ക്ഷണത്തിൽ ശരീരം മുഴുവൻ കിടുകിടാന്ന് കിടന്ന് വിറയ്ക്കുക. അത് മുഴുവനൊന്നും ഇവിടെ പറയാൻ പറ്റിയില്ല ചേട്ടൻ, കാരണം അവിടെ ബാക്കിൽ പറഞ്ഞപ്പോഴാണ് വിശദാംശങ്ങളെല്ലാം പറഞ്ഞത്. കടന്ന് കിലുകിലാന്ന് കിടന്ന് വിറയ്ക്കുക. ആ സമയത്ത് ആ സിസർ 3 കടന്ന് വിറച്ചോണ്ടിരിക്കുകയാണ്. പറയുന്നല്ലോ. അതോടുകൂടി കിടിലം കൊണ്ട് ശരീരത്തിൽ നിന്ന് ആ പുകവലി ശീലം ഇറങ്ങിപ്പോയി. പിന്നെ ഇന്ന് വരെ വലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, 3-4 വലിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് വല്ല സന്തോഷം ഉണ്ടോ? എന്നാൽ കൈ ഉയർത്തി ശക്തിയോടെ കൈയടിച്ചേ. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി ഗ്ലോറി. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതല്ല ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതല്ല ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൂത്, ഈ രക്ഷാദൂത് സ്വർഗം നിങ്ങൾക്കായി നൽകിയിരിക്കുന്ന ഒരു ദൂതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തത്തിൽ, ഏതെങ്കിലും തരത്തിലുള്ള അന്ധകാര പീഡകളാൽ ഞെരുങ്ങുന്നുവെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ വിടുതലുണ്ട്. ഒന്ന് ആഗ്രഹിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പരിശുദ്ധ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി നമ്മുടെ കുടുംബത്തിൽ കാലങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ, ശരീരങ്ങളിൽ ആവേശിച്ചിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ദുർബോധങ്ങൾ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ കോട്ടകൾ തകരുന്നു, ബാധകൾ ഒഴിയുന്നു, വലിയ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എല്ലാ ദുഃഖവും തകർന്നു പോകും. അത്ഭുത വിടുതൽ. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ ദുഃഖവും തകർന്നു പോകും. തലമുറകളായ ആധിപത്യങ്ങൾ തകരട്ടെ. ശക്തിയാൽ എല്ലാ കെട്ടുകൾ അഴിഞ്ഞു The വീഴും. mighty name of Jesus. വചനത്തിന്റെ ശക്തിയാൽ The mighty power of the എല്ലാ word of കെട്ടുകൾ God. അഴിഞ്ഞു വീഴും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ Let the ശക്തി thunder of God prevail all over. അന്ധകാര യേശുനാമത്തിൽ ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ കൈയടിച്ച് അഭിഷേകം, Glory. അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, നന്നായി കൈയടിച്ച് അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കുക. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിലേക്ക് യേശുവിനെ നാമം വിളിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്.
സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്ന സമയമാണ്. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് അവസ്ഥയിലിരിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ യേശുവിന്റെ നാമം ഒന്ന് വിളിക്കാമോ? ഇപ്പോൾ യേശുവിന്റെ നാമത്തെ ഒന്ന് ഏറ്റുപറയാമോ? ഇപ്പോൾ യേശുവിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കാമോ? വലിയ ശക്തി സ്വർഗത്തിൽ നിന്ന് വ്യാപരിക്കുന്ന നിമിഷം കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, യേശുവേ, 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 ഹല്ലേലൂയ മറനാഥ. Come, Lord Jesus.